നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് കൃത്യമായ തെളിവുകളോടെയാണ്. എ പത്മകുമാറിന് കുരുക്കായത് സ്വന്തം കൈപ്പടിയിൽ എഴുതിയ രേഖകളാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാലുകൾ കൈമാറാനുള്ള നിർദ്ദേശം ദേവസ്വം ബോർഡിൽ ആദ്യം അവതരിപ്പിച്ചത് എ പത്മകുമാർ എന്നാണ് SIT കണ്ടെത്തൽ. ഇക്കാര്യം പച്ചമഷിയിൽ അദ്ദേഹം എഴുതിയിരുന്നു. അപേക്ഷ താഴെത്തട്ടിൽ നിന്നും വരട്ടെ എന്ന് ബോർഡ് നിർദ്ദേശിച്ചതോടെ മുരാരിയിൽ നിന്നും കത്തിടപാട് തുടങ്ങി. പോറ്റിക്ക് അനുകൂലമായ നിർദ്ദേശങ്ങൾ പത്മകുമാർ നൽകിയെന്നാണ് ഉദ്യോഗസ്ഥ മൊഴി. ബോർഡ് മിനിറ്റ്സിൽ മറ്റംഗങ്ങൾ അറിയാതെ തിരുത്തൽ വരുത്തിയെന്ന് SIT കണ്ടെത്തി. പച്ചമഷി കൊണ്ടാണ് തിരുത്തൽ വരുത്തിയത്. ഇത് നിർണായക തെളിവായി. ചിരിച്ചുകൊണ്ടാണ് പത്മകുമാർ അന്വേഷണ സംഘത്തോട് സംസാരിച്ചത്. നിങ്ങൾ തേടി വരുമെന്ന് എനിക്കുറപ്പായിരുന്നു എന്നാണ് SITയോട് പറഞ്ഞത്. കേസിലെ അടുത്ത ഘട്ടത്തിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തേക്കും. അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവുമായ എ പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ചോദ്യം ചെയ്യൽ. കട്ടിലപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയത് അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ അറിവോടെയാണെന്നാണ് പത്മകുമാർ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി. ദൈവത്തുല്യരായി കാണുന്നവരാണ് കൊള്ളയ്ക്ക് പിന്നിലെന്ന് പത്മകുമാർ നേരത്തെ പറഞ്ഞിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാലുകൾ കൈമാറാൻ ദേവസ്വം ബോർഡിൽ ആദ്യം നിർദ്ദേശം വെച്ചത് പത്മകുമാർ ആണെന്നാണ് SITയുടെ കണ്ടെത്തൽ. പോറ്റിക്ക് അനുകൂലമായ നിർദ്ദേശങ്ങൾ പത്മകുമാർ നൽകിയെന്ന് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥ മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് വിവരം. നേരത്തെ ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെയും മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാറിനെയും ചോദ്യം ചെയ്തപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ പത്മകുമാർ നിർദ്ദേശം നൽകിയതായി മൊഴി നൽകിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എങ്ങനെ പങ്കുചേർന്നു എന്നത് സംബന്ധിച്ച് ഇന്നലെ നടന്ന ചോദ്യം ചെയ്യൽ പത്മകുമാർ മറുപടി നൽകിയില്ല എന്നാണ് റിപ്പോർട്ട്. കേസിൽ അറസ്റ്റിലാവുന്ന ആറാമനും രണ്ടാമത്തെ ബോർഡ് പ്രസിഡന്റുമാണ് പത്മകുമാർ. മുൻ പ്രസിഡന്റ് N വാസു റിമാൻഡിലാണ്. കേസിൽ 8ാം പ്രതിയായി പത്മകുമാർ അധ്യക്ഷനായ ബോർഡിനെയാണ് ചേർത്തിട്ടുള്ളത്. ബോർഡ് അംഗങ്ങളായ KP ശങ്കരദാസ്, A വിജയകുമാർ എന്നിവരെയും അറസ്റ്റ് ചെയ്തേക്കും. ഇന്നലെ രാത്രിയോടെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ പത്മകുമാറിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് തിരുവനന്തപുരം സബ് ജയിലിൽ അടച്ചു. അതേസമയം പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. പത്മകുമാറിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് നിർണായക വിവരങ്ങൾ ഇതിനോടകം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. സാക്ഷിമൊഴികളും കൃത്യമായ തെളിവുകളും ശേഖരിച്ച ശേഷമാണ് പത്മകുമാറിനെ SIT അറസ്റ്റ് ചെയ്തത്. നിലവിൽ ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടവരിൽ മുഖ്യ സ്ഥാനത്ത് നിൽക്കുന്നത് പത്മകുമാറാണ്.